ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഇറ്റലി മിലാനിലുള്ള കുറച്ച് ട്യൂലിപ്സ് പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. മിലാനിലുള്ള റോഫിയറോ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 40 മിനിറ്റിൻ്റെ ഒരു ബസ്സിൻ്റെ യാത്രയുണ്ട് കേട്ടോ നമ്മുടെ ഈ ട്യൂലിപ്സ് ഗാർഡനിലോട്ട്. ബസ് ഇറങ്ങിയിട്ട് നമുക്കൊരു 10-14 മിനിറ്റോളം നമുക്ക് നടക്കണം കേട്ടോ ഈ ട്യൂലിപ്സ് ഗാർഡനിലോട്ട് എത്താനായിട്ട്. പക്ഷെ നമ്മൾ നടന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-14 മിനിറ്റ് പോകുന്നത് അറിയില്ല കേട്ടോ. പോകുന്ന വഴി കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്ന് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു പുല്ലിൽ പോലും പൂക്കളാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പോകുന്ന വഴിയെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങകലെ കാണുന്ന ആ കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകൾ കണ്ടോ, അവിടേക്കാണ് കേട്ടോ നമുക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മൾ ട്യൂലിപ്സ് ഗാർഡൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. അവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ട്രംബ്ലിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ആ പാർക്കും അതിലുള്ള ചെറിയ കുഞ്ഞു സ്ലൈഡ്സും ഒക്കെ ആയിട്ട് പിള്ളേർക്ക് ആവശ്യത്തിന് സമയം ഒക്കെ അവിടെ ഒന്ന് കളിക്കാനായിട്ട് പറ്റും. ഞങ്ങളൊരു ഏപ്രിൽ 18-ാം തീയതി കേട്ടോ ഇവിടേക്ക് വന്നത്. അപ്പോഴത്തേനും ആ ഗാർഡൻ്റെ ഫസ്റ്റ് സെറ്റിൽ കുറേ പൂക്കളൊക്കെ ഓൾറെഡി കരിഞ്ഞു പോയിരുന്നു. പക്ഷേ എൻ്റെ തൊട്ടു ബാക്കിൽ നന്നായിട്ട് പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ഫോട്ടോ സ്പോട്ടുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും. ഈ ട്യൂലിപ്പ് ഗാർഡൻ ഏകദേശം 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 450ഓളം ഇനത്തിൽ വരുന്ന വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏകദേശം 6 ലക്ഷത്തോളം പ്ലാന്റ്സ് തന്നെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂക്കൾ ഓരോന്നും കാണാനും അതിൻ്റെ ഒരു കളർ മിക്സിങ്ങും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ പോലെ തോന്നും കേട്ടോ. പക്ഷേ അത് ശരിക്കും ആർട്ടിഫിഷ്യൽ അല്ല, ശരിക്കും റിയലൊക്കെയാണ് എന്നുള്ളത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഞാൻ ആലോചിക്കായിരുന്നു ഇത് തന്നെ കാണാൻ ഇത്രയ്ക്ക് ഭംഗി, അപ്പോൾ നെതർലാൻഡ്സിൽ ആ വലിയ ഗാർഡനൊക്കെ എന്ത് ഭംഗിയായിരിക്കും. ഇവിടെ നമുക്ക് എൻട്രി ഫീസായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് 6 യൂറോ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 6 യൂറോയിലും കുറച്ച് താഴെ നമുക്ക് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടിക്കറ്റിന് 2 ട്യൂലിപ്സ് പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് ഒരു 5 യൂറോ നമുക്ക് ചിലവാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 20 ബൾബുകളും നമുക്ക് അവരോട് തരും കേട്ടോ. നമുക്കത് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കട്ടെ. ഞങ്ങളും കുറച്ച് ബൾബുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിടിക്കുമെന്നറിയില്ല. പിടിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരുടെ കുട്ടികളെല്ലാവരും കൂടെ പോയ ട്രിപ്പായിരുന്നു കേട്ടോ ഇത് ശരിക്കും ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. കുറേ നല്ല ഫോട്ടോസും കുറേ നല്ല റീൽസൊക്കെ എടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മനസ്സും നിറഞ്ഞു, ഫോണിൻ്റെ ഗാലറിയും നിറഞ്ഞു. ആവേശം മുതൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള പൂക്കളൊക്കെ ആദ്യം പറിച്ച് നോക്കി കേട്ടോ. പക്ഷേ പോകുന്ന സമയപ്പോൾ തന്നെ അത് ചെറുതായിട്ട് വാടി തുടങ്ങി. സോ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പേടിയായിരുന്നു ഇത് മൊത്തം ഇനി കരിഞ്ഞു പോകുമോ എന്നുള്ളത്. പക്ഷേ വീട്ടിലെത്തിയിട്ട് നമ്മളത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വീണ്ടും നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ടിരുന്നു കേട്ടോ. വന്ന സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കുറേ മണിക്കൂറുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നു. വൈകിട്ടായപ്പോഴത്തേനും പതുക്കെ പിള്ളേർക്കൊക്കെ മടുത്തു തുടങ്ങി. സോ വീട്ടിൽ പോവാം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ട്യൂലിപ്സ് പൂക്കളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്യൂലിപ്സ് വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.